ഫലസ്തീൻ വിഷയത്തിൽ ഇടപെടരുതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സാധാരണ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനപ്പുറം മതപരവും വംശീയപരവും രാഷ്ട്രീയവുമായിരിക്കുന്ന വിഷയങ്ങൾ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട് എന്നുള്ള കാര്യം താങ്കൾക്കറിയാമല്ലോ. അപ്പോൾ താങ്കൾ ഇതിൽ ഇടപെടുന്ന സമയത്ത് അതിൻ്റെ രീതി കാര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും. മേഖല യുദ്ധസമാന സാഹചര്യത്തിൽ നിന്ന് ഒഴിവാകാത്ത ഒരു സാഹചര്യങ്ങളാണ് ഇത്തരം വിഷയങ്ങൾ മറ്റു ലോക രാജ്യങ്ങൾ ഇതിൽ ഇടപെടുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ ദിവസം പാലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവപരമായിരിക്കുന്ന ചില പരാമർശങ്ങൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ദ്വരാഷ്ട്ര ഫോർമുല അല്ലാത്ത മറ്റൊരു പരിഹാരവും പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നില്ല എന്നതിനാൽ പാലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി ഇസ്രായേൽ മുന്നോട്ട് വരണം എന്നുള്ള പരാമർശമാണ് റഷ്യയുടെ പ്രസിഡന്റ് നടത്തിയത്. ഇത് ഈ മേഖലയിൽ വല്ലാത്ത രീതിയിലുള്ള പ്രയാസം ഇസ്രായേലിനും അമേരിക്കക്കും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. റഷ്യയെ പോലൊരു രാജ്യം അല്ലെങ്കിൽ റഷ്യയും ചൈനയെ പോലുള്ള രാജ്യങ്ങളൊന്നും ഇത്രയും പരസ്യമായിരിക്കുന്ന പ്രസ്താവന പല ഘട്ടങ്ങളും നടത്താറില്ല, രഹസ്യമായിരിക്കുന്ന സഹായങ്ങൾ നൽകുക എന്നല്ലാതെ. എന്നാൽ റഷ്യയുടെ പ്രസിഡന്റ് പരസ്യമായ രീതിയിൽ ഈ നിലപാട് പറഞ്ഞതോടുകൂടി അത് മേഖലയിൽ യുദ്ധത്തെ പോലും സാരമായിട്ട് ബാധിക്കപ്പെട്ടു. അതിന് ഇത്തരം നടപടികൾ അല്ലെങ്കിൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ പിന്നോക്കം പോവുകയും വലിയ രീതിയിൽ അഭിപ്രായം പറയാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ഇളവ് നൽകിക്കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കും എന്നുള്ളൊരു വാഗ്ദാനം കൂടി യഥാർത്ഥത്തിൽ റഷ്യയുടെ പ്രസിഡന്റിന് അമേരിക്ക നൽകിയിരിക്കുന്നു എന്നാണ് ഈ ചില റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറെക്കുറെ 55 മുതൽ 75 അല്ലെങ്കിൽ 70% ഭൂപ്രദേശവും റഷ്യയുടെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള സംവിധാനത്തിലുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം വ്ളാഡിമിർ സെലൻസ്കി രാജ്യം വിട്ടു പോകേണ്ട സ്ഥിതി ഉണ്ടാവും, അതല്ലെങ്കിൽ കീഴടങ്ങേണ്ട സ്ഥിതി ഉണ്ടാവും, അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാവും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഉക്രൈൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പലതരത്തിലുള്ള ഇടപെടലുകളും യുദ്ധവും യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായവും അമേരിക്കയുടെ സഹായം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഉക്രൈൻ വലിയ യുദ്ധം ആരംഭിച്ചത്. വല്ലാതെ പിടിച്ചു നിൽക്കാൻ റഷ്യക്ക് സാധിക്കില്ലെന്ന് അന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുകയും ചെയ്തു. യുദ്ധം 4ാമത്തെ വർഷത്തിലെത്തിയിട്ടും റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉക്രൈൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷയം തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമാണ് എന്നറിയാം. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണമായിരിക്കുന്ന വിജയം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർക്കും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. സംഭവം അവർക്ക് വലിയ നാണക്കേടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. അവർ കഴിഞ്ഞ 4 വർഷത്തോളമായി ഉക്രൈനിലാണ്. ആ ഉക്രൈനെ പൂർണ്ണമായി കീഴടക്കാനോ ഭരണാധികാരിയെ ഇല്ലാതാക്കാനോ അറസ്റ്റ് ചെയ്യാനോ പല ശ്രമങ്ങളും റഷ്യ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥത്തിൽ ഫലവത്താക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നിരാശയോട് കൂടി തന്നെയാണ് റഷ്യ നിൽക്കുന്നത്. അപ്പോൾ റഷ്യയോട് അമേരിക്കയുടെ സഹായമില്ലാതെ ഉക്രൈൻ ഒരിക്കലും നിലനിൽക്കാൻ വേണ്ടി സാധിക്കില്ല. യൂറോപ്യൻ സഹായവും അമേരിക്കയുടെ സഹായം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജീവശ്വാസം പോലും കിട്ടുന്നത് എന്നുള്ള പരാമർശം പോലും ഉക്രൈനും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സാധാരണ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ആ ഉക്രൈൻ പ്രശ്നത്തിന് ഏറെക്കുറെ റഷ്യക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ്. അതിനെന്ത് ചെയ്യണം? പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല, അതിലിടപെടാനും പാടില്ല. എന്നാൽ ഇതിന് മറുപടി റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു മറുപടി പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പാലസ്തീനെ കൈയൊയ്യാൻ എന്ന് പറഞ്ഞാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. കാര്യം അറബ് രാജ്യങ്ങളുമായി വലിയ സൗഹൃദം വലിയ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ റഷ്യ നടത്തുന്നത്. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ മാറി നിൽക്കുന്ന പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടിനെതിരെ പാലസ്തീൻ വിരുദ്ധമായിരിക്കുന്ന നിലപാടെടുക്കുന്ന സമയത്ത് അമേരിക്കയ്ക്കുള്ള അതേ അനുഭവം തന്നെ ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് റഷ്യക്കും ഉണ്ടാവും. മാറ്റി നിർത്തപ്പെടുന്ന ഒരു സ്ഥിതി, മാനസികപരമായിരിക്കുന്ന അകൽച്ച, അതെല്ലാമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ അനുഭവിക്കുന്നത്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിലെ നിയന്ത്രണം അമേരിക്കക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ രീതിയിലുള്ള പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അവിടേക്ക് ചൈന വരും, അവിടേക്ക് റഷ്യ വരും. അങ്ങനെ ആധിപത്യം അവരുടെ കൈവശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാമ്പത്തികപരമായിരിക്കുന്ന വലിയ തകർച്ച രാജ്യം നേരിടുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനു മുൻപ് തന്നെ പ്രസ്താവിച്ചു.
പ്രസ്താവിച്ചതാണ്. അവർ നമ്മൾക്ക് ചേർത്ത് പിടിക്കേണ്ട രാജ്യങ്ങൾ തന്നെയാണ്, അവർ ഒറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. സമാധാനപരമായ രീതിയിൽ ഫലസ്തീൻ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം എന്നുകൂടി അദ്ദേഹം പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കാര്യമെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ആയുധങ്ങളുടെ കലവറ അല്ലെങ്കിൽ ആയുധങ്ങൾ സ്വരൂപിക്കുന്ന പ്രവർത്തികൾ ഹമാസ് ഗസയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്രായേലിന് ചുറ്റുഭാഗത്തുമുള്ള രാജ്യങ്ങളിലെ മിലിഷ്യ ഗ്രൂപ്പിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരേ സമയത്ത് ഒരാക്രമണം ഇസ്രായേലിന് നേരെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ച വിവരം ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നതാണ്. അത് ദിവസവും സമയം മാത്രമേ നിശ്ചയിക്കാൻ ബാക്കിയുള്ളൂ, തങ്ങൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഒരു പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് ഇറാൻ്റെ പ്രസിഡന്റ് ഈ അബ്ബാസ് അറാഗ്ചി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കും നിലപാട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രായേലോട് പരാജയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ കാര്യം ഈ അമേരിക്കൻ രാജ്യത്തിൻ്റെ കൈവശത്തിലുള്ള എല്ലാ ആയുധങ്ങളും ഒരിക്കലും ഇസ്രായേലിന് വേണ്ടി നൽകിയില്ല. തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ആയുധം അനിവാര്യമാണ് എന്നുള്ളതും തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല ആക്രമിക്കാൻ വേണ്ടി തങ്ങളുടെ അതിസൂക്ഷ്മമായിരിക്കുന്ന അല്ലെങ്കിൽ അത് നിരീക്ഷണത്തോടു കൂടി നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾ നൽകുമ്പോൾ തങ്ങൾക്ക് അതിൻ്റേതായിരിക്കുന്ന പ്രയാസമുണ്ട് എന്ന് ഇസ്രായേലിനോട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അമേരിക്ക രണ്ടിലധികം തവണ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, പാലസ്തീൻ വിഷയത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് ഇടപെടരുത്, ചൈനയുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ചൈനയോട് ഇടപെടുന്നതെന്നാണ് ആദ്യം അമേരിക്ക പറയുക. പക്ഷേ അവർക്കിപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള ഒരകൽച്ച ചൈനയും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നിലവിലെ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.